मैं मसीह को धन्यवाद देता हूँ। ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം ഒരുക്കിയ വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. एक दिन भी मसीह की ओर आने के लिए प्रभु ने अवसर दिया, इसी कारण मैं मसीह को धन्यवाद देता हूँ। അനേകർക്ക് ലഭിക്കാത്ത ഒരു മഹൽ ഭാഗ്യമാണ് കർത്താവ് നമുക്ക് ഒരുക്കി തന്നത്. इतनी आश्चर्य अनुग्रह और ये सौभाग्य और किसी को नहीं दिया, केवल हमारा ऊपर प्रभु ने सौंपा है। അത് ദൈവം അത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു, നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കാൻ വേണ്ടിയാണ്. इतना ही मसीह ने हमारे ऊपर प्यार की, इसी कारण में ये बुलाहट हमको मिला है. ആമേൻ. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം ഒന്നിനൊന്നിന് അത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. एक एक दिन में हमारा ये प्लेटफॉर्म में गवाही मिलता है और एक एक गवाही हमें मसीह की ओर आने के लिए, लगाने के लिए उत्साहित करते हैं, उत्तेजित करते हैं. ഇപ്പോഴും ഇനിയും അനേക സാക്ഷ്യങ്ങളുണ്ട്. और भी गवाही देने के लिए बहुत सारे लोग हैं. കഴിഞ്ഞ ആഴ്ച ഞാൻ വിചാരിച്ചതാ, പക്ഷെ എന്റെ സാക്ഷ്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അങ്ങനെ സമയം കൊടുക്കാറുണ്ട്. और परमेश्वर की दास की गवाही थी, इसी कारण में पिछले सप्ताह उसके लिए अनुमति नहीं दी. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ഈ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റങ്ങൾ. और ये गवाही हमारा जीवन में बहुत फर्क पड़ते हैं. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അനേക രക്തബന്ധങ്ങൾ കിട്ടി. और ये प्लेटफॉर्म के द्वारा परमेश्वर की दास को बहुत सखियों को मिला है. എല്ലാവരും പറയും ആത്മീക ബന്ധമെന്ന്. ആത്മീക ബന്ധത്തിന് ഞാൻ അതിനെ രക്തബന്ധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. परमेश्वर की दास ने कल्पना करता है आत्मिक तौर पर आने वालों को और सगे भाई नाम दिया देता है. രക്തബന്ധം लोगों के द्वारा जन्मा हुआ जो संबंध എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തമ്മിൽ പരിചയമില്ലാത്തവരും ആരും തമ്മിൽ തിരിച്ചറിയാത്തവരുമായിരുന്നവരാണ്. इसकी मतलब यही है, आपस में कोई किसी मिला नहीं, कोई कुछ देखा नहीं, लेकिन ये प्लेटफॉर्म के द्वारा, मसीह के नाम के द्वारा ऐसे संबंध होते रहते हैं. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, എല്ലാ ശുശ്രൂഷകന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. बहुत सारे लोगों के लिए हम प्रार्थना करते हैं, सही है, लेकिन आपस में कोई किसी ने मिलता नहीं और चेहरे से पहचानता भी नहीं. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ രക്തബന്ധങ്ങളായി തീർന്നു. यीशु मसीह बहाया हुआ रक्त के द्वारा हम एक माता पिता की संतान बन गई है. കാരണം നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ പകർന്നു തന്നത് യേശു ക്രിസ്തു എന്ന ഏക രക്ഷകന്റെ രക്തം. हमारा शरीर शुद्ध पवित्र करके एकता में लाया हुआ जो संबंध यीशु नासरी की लोगों की कारण है. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഭിച്ചത് ഒരേ രക്തമാ. അങ്ങനെ നമ്മൾ ഒരു രക്തബന്ധമായി തീർന്നു. ऐसा ही एक लोगों से, मसीह के लोगों से आपस में भाई बहनों और ऐसा जान पहचान होता है. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എല്ലാവരും അതിൽ സഹകരിക്കും. इसी कारण में हमारा प्लेटफॉर्म में आते हैं, आपस में मिलता है, प्रार्थना करते हैं. कोई किसी का एक व्यक्ति को कुछ घटना हो गई, जो जांच लेकर हम प्रार्थना में लवलीन रहते हैं. അത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. हमारा ये झुंड की सबसे बढ़िया बात है. കാരണം നമ്മൾ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും നമ്മൾ അതിൽ സഹകരിക്കുന്നുണ്ട്. कारण यही है, आत्मिक तौर पर और आत्मिक तौर पर, आर्थिक तौर पर आपस में मेल मिलाप रखते हैं. അത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സഹകരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. हमें से कितना हो सकता है, कर सकता है, ये जांच लेकर हम आपस में मेल मिलाप रखते हैं. ആമേൻ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മധ്യ സംഭവിക്കാനിടയായിട്ടുണ്ട്.
इसकी बहुत नमूना उदाहरण इसका पीछे के दिनों में संभव हुई है। അപ്പോ നമുക്ക് ദൈവം അങ്ങനെ ഒരുക്കി തന്ന അവസരങ്ങളിൽ നമ്മൾ അത് സഹകരിക്കുന്നു, അതില് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നു. हमारे लिए तैयार करके देता है, दिया है। आपस में हम प्रेम मेल मिलाप में चलते हैं। കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു നമ്മുടെ അനിത് സിസ്റ്ററുടെ ഒരു കസിൻ സിസ്റ്റർ, അവരുടെ മദിനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. बीते दिनों में अनित सिस्टर की जो भाई की बहन का बारे में बताया, हम प्रार्थना किया था। പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആ സഹോദരിയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, വീട്ടിൽ ആ ശുശ്രൂഷ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. बीते दिनों में उनको पैर काटने के बारे में बताया, लेकिन हम ये प्लेटफॉर्म में जितने विश्वासीगण ने जो एक मन एक चित्त होकर प्रार्थना किया, प्रभु वो पैर काटने के लिए अनुमति नहीं दी, हॉस्पिटल से विदा हुई है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. और निरंतर उन्हीं के लिए हम प्रार्थना में लावलिंद है। കാരണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. हमारा प्रार्थना को सामर्थ्य है। നമ്മൾ ഇത് ചെയ്യുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ദിവസം നമ്മളത് ദൈവത്തിന്റെ വചനത്തെ പഠിക്കാനിടയായി. और कैसा हम किया करता है, बीते दिन में वचन की ओर से मनन किया था। റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. और बीते दिन में रोमियो की पत्री 13वां अध्याय की 13वां अध्याय 11 13वां अध्याय की 11वां पद से हम बीते दिन में मनन किया था। ആമേൻ. അവിടെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. रोमियो की पत्री 13वां अध्याय 11वां पद में समय को पहचान कर ऐसा ही करो, इसलिए कि अब तुम्हारे लिए नींद से जाग उठने की घड़ी आ पहुंची है, क्योंकि जिस समय हम विश्वास किया था उस समय के विचार से अब हमारा उद्धार निकट है। ഒരു 5-6 വർഷത്തിന് മുമ്പൊക്കെ നമ്മൾ ആ ഉറക്കത്തിലായിരുന്നു. 5-6 वर्ष के पहले हम नींद में थे। എന്നാൽ ഈ പ്ലാറ്റ്ഫോം നമ്മെ ഉണർത്തി. ये प्लेटफॉर्म जाग उठने के लिए दी। അത് ആമേ മറ്റുള്ളവരോട് സഹകരിക്കുവാനും അവർക്ക് വേണ്ടി ജാഗരിക്കുവാനും അവസരമൊരുക്കി. औरों के लिए सोच विचार करने के लिए और जागते हुए प्रार्थना करने के लिए ये प्लेटफॉर्म उपयोग में लाया। കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല. बीते समयों में प्रभु ने हमारे में कितने काम कार्य की, उपकार की और हमें धन्य की, और कितना भी वर्णन करेगा तो उसका अंत नहीं रहेगा। കാരണം ഇതിലിപ്പോൾ കടന്നു വരുന്നവരും ഇപ്പോൾ വരാതിരിക്കുന്നവരോടും അവരുടെ അനുഭവങ്ങൾ ചോദിച്ചാൽ അവർ പറയും. आजकल दिनों में ये प्लेटफॉर्म में आता है, अभी नहीं आता है, ये लोगों को पूछताछ करेगा तो मालूम पड़ते हैं। നമുക്ക് 7 മണി മുതൽ 8 മണി വരെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് അനേക സാക്ഷ്യങ്ങൾ കേൾക്കാൻ കഴിയുന്നുണ്ട്. 7 बजे से 8 बजे तक बिछुआई की प्रार्थना है, जो प्रार्थना में जिन्होंने गवाही सुनेगा तो हमको मालूम पड़ते हैं। അത് ഇപ്പോഴല്ല, ആരംഭ സമയം മുതലേ അങ്ങനെയായിരുന്നു. अभी शुरू किया नहीं, इसका आरंभ से लेकर ये चल रहा है। അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കും, നാളെ അതിന്റെ സാക്ഷ്യം കേൾക്കും. आज प्रार्थना करते हैं, कल उसका और जवाब मिलता है। അടുത്ത ദിവസം തന്നെ അവർ വന്ന് പറയും, എന്റെ ജീവിതത്തിൽ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. और दिनों में और हम अपने औरों को कहते हैं, प्रभु प्रार्थना को जवाब दी है। ഈ രാവിലെ 7 മണി മുതൽ 8 മണി വരെയുള്ള സമയം സാക്ഷ്യം പറയാൻ പറ്റാത്തവര് 7 बजे से 8 बजे तक गवाही देने के लिए किसी को हो नहीं सकता है। അവർ വൈകുന്നേരമുള്ള 4 മണിക്കുള്ള മലയാളം പ്രയറിൽ വന്ന് സാക്ഷ്യം പറയാറുണ്ട്. और 4 बजे मलयालम प्रोग्राम चलता है, उसी में आकर अपना गवाही देता है। എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ജീവിതത്തിലും ഓരോ ദിവസവും ദൈവം അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കുന്നത്. इसकी मतलब यही है,
हर एक व्यक्ति जीवन में प्रभु की उपहार अपनाया, ग्रहण किया, दिया, उसको आपस में बातचीत करते हैं। അത് ദൈവം നമ്മെ ഇങ്ങനെ ഉണർത്തി ഇങ്ങനെ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തന്ന ഈ അവസരത്തിൽ കൂടെ वो ही सब संबंध हुई। बात यही है, मसीह ने हमारे में अधिभोर की समय जागा है, प्रार्थना में आने के लिए अवसर दिया, यही कारण से। കാരണം ഒത്തിരി ലേറ്റായി ഉറങ്ങുന്നവരുണ്ട്, അവരും അതിരാവിലെ അങ്ങനെ എഴുന്നേറ്റ് ഒരു ശീലമില്ലാത്തവരും ഇപ്പോൾ അതൊരു ശീലമായി തീർന്നിട്ടുണ്ട്. और अधिभोर की समय बिछौनी से उठते हैं, ये प्रार्थना में आगे आते हैं, उसका अभी एक आदत पड़ गई है। കാരണം അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നത് കൊണ്ട് അതിന്റെ നന്മകൾ നമ്മൾ എന്നും പ്രാപിക്കുന്നുണ്ട്. एकदम भोर की समय उठकर ऐसी प्रार्थना में बैठते हैं, प्रार्थना करते हैं, उसका मसीह में से उपकार हम लेता है. നിശ്ചയമായിട്ടും അതിരാവിലെയുള്ള ആത്മാവിന്റെ പ്രാർത്ഥന, അന്യഭാഷയുടെ പ്രാർത്ഥന, അത് ഏറ്റവും അനുഗ്രഹമാണ്. कारण ये ऐसी आत्मा में अन्य अन्य भाषाओं में अपना मन भावने की आशा आग्रह हमारा मसीह की ओर रखते हैं, मसीह जवाब देता है, यही कारण. കാരണം നേരത്തെ എല്ലാം 3:45 മുതൽ ഈ 5:45 വരെയുള്ള സമയം അന്യഭാഷയിൽ മാത്രമുള്ള ആരാധനയായിരുന്നു. कारण यही है, 3:45 बजे से लेकर 5:45 बजे तक जितना ने प्रार्थना में बैठते हैं, अन्य अन्य भाषाओं में प्रभु ने उनको दिया हुआ वरदानों को और फैलाता है. കഴിഞ്ഞ ദിവസം ചിലരിങ്ങനെ സാക്ഷ്യം പറഞ്ഞു, എന്നോട് ഇങ്ങനെ ഈ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേൾക്കാനിടയായി. परमेश्वर के दास ने बीते दिनों में कई लोग गवाही दिया, वह गवाही के बारे में ऐसा सोच समझने दिया. അവർ പറഞ്ഞത്, പാസ്റ്ററെ പാട്ട് ഒന്നും പാടാറില്ല, പാട്ട് പാടുന്നത് 5:45 ശേഷം, അതിനു മുമ്പ് അന്യഭാഷയിൽ മാത്രം ഇങ്ങനെ ആരാധിക്കുകയും അതേസമയം തന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ വരുമ്പോൾ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു. और ये बादशाह साहब, यही बात अनुभव है. 5:45 बजे तक गीत नहीं, अन्य अन्य भाषाओं में आपस में बात करते हैं, मसीह में आनंद रवलिन रहते हैं. ये अनुभव अमुक है, ये प्रत्येक तौर पर है. അവർ അറിയാതെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്ന ചില വ്യക്തിക്ക് അവരോട് സംസാരിക്കുന്നതായിട്ട് അനുഭവം ഉണ്ടെന്ന് പലരും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. और दूसरे घर में ये लाइन में आकर उनका घर में बैठकर अन्य अन्य भाषा में प्रार्थना करते हैं. ये प्रार्थना में आपस में आगे सामने सामने बैठकर बातचीत करते, इसी ढाई अन्य भाषा की अनुभव और चख कर देखने के लिए अवसर दिया देता है. കാരണം ദൈവവചനം പറയുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ അവർ ദൈവത്തോട് സംസാരിക്കുക. धर्मशास्त्र में यही सिखाता है, अन्य अन्य भाषा में हम बोलते रहते हैं, हम मसीह का साथ भी साथ मिलके प्रार्थना करते हैं. മാത്രമല്ല അവർ തങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. केवल इतना ही नहीं, अपना आत्मा अपना आपको व्यक्तिगत तौर पर आत्मिक जागृति जागते हैं. അതുകൊണ്ടാണ് ഈ രാവിലെയുള്ള അന്യഭാഷയുടെ ആരാധനയുടെ വലിയ അനുഗ്രഹം എന്ന് പറയാൻ കാരണം. इसी कारण में अन्य अन्य भाषाओं में हम आराधना करते हैं, बहुत बहुमूल्य अमुक बात है. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവാണ് നമുക്ക് ഗൈഡൻസ് തരുന്നത്, പ്രേരിപ്പിക്കുന്നത്. हम कैसा प्रार्थना करना हमको मालूम नहीं है, लेकिन हम आत्मा में प्रार्थना करते हैं. पवित्र आत्मा अगुवाई देता है कैसा प्रार्थना करने के लिए. അതുകൊണ്ടാണ് ഈ രാവിലെയുള്ള ഈ അന്യഭാഷയുടെ ആരാധന, അന്യഭാഷയിൽ നമ്മൾ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അന്യഭാഷയിൽ ആരാധിക്കുന്നത് മറ്റുള്ളവർക്കും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീർന്നത്. हमारा ये प्लेटफॉर्म में आते हैं, माइक ऑन करते हैं,
इसकी बात में आत्मा में अन्य अन्य भाषाओं में इतने चिल्लाता है, प्रार्थना करते हैं और आपस में बहुत जागृति मिलता है। അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല, പക്ഷെ ആ പ്രാർത്ഥിക്കുന്നവർക്കറിയാം അവന്റെ ആത്മീക വർധനയുടെ എങ്ങനെ ഉണ്ടാകുന്നു. हम अन्य भाषा में प्रार्थना करते हैं, हमको इसका अर्थ मतलब नहीं पाते हैं, लेकिन बाजू में आजू बाजू में बैठने वालों और अपने आप को जांच लेते हैं, हम हंसी की और वाद विवाद करते रहते हैं। അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയിൽ കൂടെ തന്നെ വലിയ വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയും. ऐसा ही प्रार्थना करते हैं, इसी कारण में शैतान की जुल्म से, उनका शक्ति सामर्थ्य से हमको उद्धार भी होता है, देता है। എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ ഈ പ്രാർത്ഥിക്കുന്നതും ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിനും എല്ലാത്തിനും ദൈവം നമുക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുക. हम मसीह के साथ ऐसी अन्य अन्य भाषाओं में बातचीत करते हैं, आराधना करते हैं, दिन प्रति हमें प्रभु में से उसका प्रतिफल मिलता है, वो देता है। അപ്പൊ നമ്മൾ ആത്മീക രീതിയിലുള്ള ഒരു ഉണർവ്, ഒരു ആത്മീക ഉറക്കത്തിൽ നിന്നുള്ള ഒരു എഴുന്നേൽപ്പ് നമുക്ക് ഇതിൽ കൂടെ ലഭിക്കുന്നു. तब आत्मिक जागृति और नींद से जागते हैं, ऐसे प्रकार शक्ति सामर्थ्य के साथ जयशाली होता है। നമ്മൾ ഈ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മളിപ്പോ അനേകർ എപ്പോഴും നമ്മുടെ കൺമുൻപിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. इतना वर्षों में ऐसे परिचय हो गया, इसमें से गया, इसमें से आता है, उसको मुहावरी परिचय हमारे में मिलता है। അതുകൊണ്ട് ഒരു ദിവസം ഒരാളെ കണ്ടില്ല എങ്കിൽ നമുക്ക് ഒരു വലിയൊരു ചിന്തയുണ്ട്, എന്തുകൊണ്ട് അവർക്ക് ജോയിൻ ചെയ്തില്ല എന്നുള്ള ഒരു വലിയ ഭാരം നമുക്കുണ്ട്. दिन प्रति ये प्लेटफॉर्म में आते हैं, आपस में मिलता है, उनका चेहरे को देखते हैं, उनका प्रार्थना का जागृति देखते हैं। एक दिन में वो छुट्टी लेगा तो और बाकियों ने सोच विचार करते हैं, ये भाई ये बहन माता पिता क्यों नहीं आया है। കാരണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ എന്നും കാണുന്നവരെ ഒരു ദിവസം കണ്ടില്ല എങ്കിൽ നമുക്ക് വലിയ വിഷമം തോന്നും. हर दिन प्लेटफॉर्म में वीडियो ऑन करके आते हैं, प्रार्थना में लवली रहते हैं, लेकिन एक दिन नहीं आएगा तो इसका कारण क्या हो गया, इसके बारे में सोच विचार करते हैं हम, और ऐसी उदासी भी होता है। കാരണം നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി, सारे सभियों के लिए प्रार्थना करते हैं। ഇതിൽ ജോയിൻ ചെയ്യുന്നവരും ജോയിൻ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നവര് വീഡിയോ ഓൺ ആക്കിയാലും ഓൺ ആക്കിയില്ലെങ്കിലും എല്ലാവരെയും നമ്മൾ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. एक दिन ये प्लेटफॉर्म में आया और लोग ये प्लेटफॉर्म में और नहीं आया और वीडियो ऑन किया नहीं किया और आपस में उन्हीं के लिए प्रार्थना में जागते हैं। കാരണം അവരുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. उनका जरूरत आवश्यकता क्या है, ये आवश्यकता को हम अपना आपकी है सोच समझ कर प्रार्थना में आगे बढ़ते हैं। അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ ചേർക്കുവാൻ ഉത്സാഹിക്കുകയും നിങ്ങളും റെഗുലറായിട്ട് പങ്കെടുക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. इसी कारण में हमारा स्वपरिचय वालों औरों को ये प्लेटफॉर्म में लाकर प्रार्थना में आपस में हाथ मिलाने के लिए प्रयत्न करें। അപ്പോ ഇവിടെ പൗലോസ് പറയുന്നത് ഇത് ചെയ്യേണ്ടത് നമ്മൾ ഉണർന്നതിന് ശേഷം. यहाँ पर रोमियो के पत्र 11वां पद में समय को पहचान कर ऐसा ही करो, കാരണം नींद से जाग उठो। നമ്മൾ ഇതുവരെയും ചിന്തിച്ചിരുന്ന സമയങ്ങൾ, ഇതുവരെയും ആശിച്ചിരുന്ന സമയത്തിനേക്കാൾ നമ്മൾ അടുത്തിരിക്കുക. अभी तक सोच विचार किया, अभी तक समझा, इसलिए इसी से अधिक हमारा मसीह की आगमन निकट आ पहुंचा है। ഇനി നമുക്ക് അധികം സമയം നമ്മുടെ മുമ്പിലില്ല.
और समझो अधिक से अधिक समय हमारा सामने है नहीं है। അത് നമ്മൾ ഓർത്ത് ഈ നാളുകളിൽ പിന്നെയും ജാഗ്രതയോടുകൂടെ മുന്നേറേണ്ടത് ആവശ്യമായിരിക്കുക. ये स्मरण करते हुए जागते ही रहे, हमारा मसीह के काम के लिए आगे बढ़ते रहे। കാരണം നമ്മൾ നമ്മുടെ ചുറ്റുപാട് ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, कारण हमारा चारों तरफ हमारा सिर उठाए आग लगाए वो पहचान सकते हैं। ആ സമയം തീരാറായെന്ന് മനസ്സിലാക്കിയിട്ട് പിശാച് അതിശക്തിയോടെ അവൻ പ്രവർത്തിക്കുക. समय समाप्त हुई ये बात शैतान को जानकारी है, इसी कारण में शैतान उनका और पूर्व बरस से शक्ति सामर्थ्य से उन्होंने काम करते रहते हैं। അവൻ കഴിയുമെങ്കിൽ വൃതന്മാരെയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെയും തെറ്റിക്കുവാൻ പല തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുക. हो सकता है तो हमारा मसीह के लिए जिंदगी पवित्रताई में रखते हैं, पवित्र जीवन बिताने वाले उनको हराने के लिए, धोखा देने के लिए शैतान की परिश्रम आगे है। കാരണം ഏത് വിധേനയും പലരെയും നിരാശയിലും തെറ്റായ ചിന്തകളിലും കൊണ്ടിട്ട് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. कारण यही है, कोई किसी व्यक्ति को निराशा की हो और कई प्रकार की दुख भोगने का अवसर दिया देते हो, कई प्रकार की मुश्किल में मुसीबत में डालते, उनको पीछे हराने के लिए, हटाने के लिए रास्ता बना रहा है। മാത്രമല്ല അവന്റെ വലിയൊരു തന്ത്രമാണ് സംശയങ്ങൾ കൊണ്ടിട്ട് നമ്മെ തെറ്റിപ്പിക്കുക എന്നുള്ളത്. उनका एक तंत्र मंत्र है, हमारा जिंदगी में शक डालकर पीछे हराने के लिए। കാരണം ആ സംശയത്തിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ये शक के अंदर गिर जाएगा तो उठने के लिए मुश्किल है। അപ്പോൾ ശത്രുവായവൻ അവൻ തന്ത്രപൂർവം ചെയ്യുമ്പോൾ शत्रुओं ने तंत्र मंत्र के साथ ये काम किया करता है। ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവമക്കൾ ഉണർന്നും ജാഗരിച്ചും മുന്നേറേണ്ടത് ആവശ്യമാണ്. और परमेश्वर की धर्मशास्त्र में यही सिखाता है, जागो, उठो, सेवकाई में लवलिन रहो। അതുകൊണ്ടാണ് അതിന്റെ 12ാം വാക്യത്തിൽ പറയുന്നത്, രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു, അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. इसलिए 12वां पद में लिखा है, रात बहुत बीत गई है और दिन निकलने पर है, इसलिए हम अंधकार के कामों को त्याग कर ज्योति के हथियार बांध ले। അപ്പോ ഇവിടെ പറയുന്നത് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. यहाँ पर ये बात चेतावनी देता है, ज्योति का और हथियार ले ले। എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ ആയുധം എല്ലാവർക്കും വ്യക്തമായിട്ട് അത് കാണുവാൻ കഴിയും. और प्रकाशित में, इसके मतलब दिन में, ज्योति में जो सब हथियार देख सकते हैं। ആ ഇരുട്ടിൽ ധരിക്കുന്നത്, ആമേൻ, ഇരുട്ടിലുള്ളത് ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. अंधकार के कामों के त्याग, वो काम कोई किसी को इसमें से जानकारी नहीं मिलेगा। കാരണം അതുകൊണ്ട് പൗലോസ് പറയുന്നത് പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയായി നടക്കണമെന്ന്. इसी कारण में प्रेरित पौलुस ने ये बात दी, और दिन निकले पर, इसलिए हम अंधकार के कामों के त्याग कर ज्योति के हथियार बांध ले, ज्योति के हथियार बांध ले। അപ്പോ പകൽ സമയത്ത് എന്നതുപോലെ, 13ന്റെ ആദ്യം പറയുന്നത് പകൽ സമയത്ത് എന്നതുപോലെ മര്യാദയായി നടക്കുക. और ज्योति में हम चलते हैं, वो कैसा है वैसा ही आदर की साथ आदरणीय योग्य बनने के लिए चले। കാരണം इന്ന് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ മര്യാദ വിട്ട് നടക്കുന്നത് കാണുവാൻ കഴിയും. हमारे चारों तरफ आग उठे, हमारा मर्यादा सिवा, आदर सिवा औरों को धोखा देने के लिए लोग चल रहा है। കാരണം ഇന്ന് നേരെ നടക്കുന്നത് നമുക്ക് അധികം കാണാൻ കഴിയത്തില്ല. सादा सीधा चलते हैं, औरों को देख नहीं सकते हैं.
അതുകൊണ്ട് സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ പുതുതായിട്ട് കടന്നു വരുന്നവരും വിചാരിക്കും ഇങ്ങനെ നടന്നാൽ മതി, ഇതാണ് ശരി. और इसी कारण में नए तौर पर नए सिरे से जन्म पाकर आगे आते हैं, वो लोग भी सोचते हैं हाँ ऐसा ही चलेगा तो ठीक है. പത്രോസ് പറയുന്നത് ആമേൻ, കർത്താവ് നമുക്ക് വച്ചേച്ചു പോയ പ്രൈസലോട് എന്താ പറഞ്ഞ ആ കാൽച്ചുവടുകളെ പിന്തുടരാനാ പറഞ്ഞു. प्रेरित पत्रोस ने ये बात कही, मसीह ने हमारे लिए एक आदर्श रेखा दिया, वो आदरणीय योग्य की आदर्श के साथ भी साथ हम चले. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരിയാകുവീൻ. प्रेरित पौलुस ने ये वचन दिया, यीशु मसीह की वाणी को मैं अनुकरण की, इसी नाई उनका बात की बात साथ आप सीधा चले. ആ അപ്പോസ്തലൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ അത് പറയുവാനുള്ള ഒരു യോഗ്യതയുണ്ട്, പ്രാഗൽഭ്യമുണ്ട്. प्रेरित पौलुस ने ये बात कहना चाहता है तो और योग्यता में योग्य होकर ये बात कहते हैं. നമ്മുടെ ജീവിതത്തിലും അതേ പ്രാഗൽഭ്യം ഈ നാളുകൾ നേടിയെടുക്കേണ്ടതാണ്. हमारा जिंदगी में यही शब्द हमारा जीवन में लाना फला है. കാരണം ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുകരിക്കുക. और पौलुस ने चेतावनी देता है, यीशु मसीह की शब्द को अनुकरण करते हैं, पीछे हो लिया जाता इसी नहीं, मेरा शब्द को भी आदर के साथ अंगीकार करे. പൗലോസ് പറയുന്നത് നിങ്ങൾ മര്യാദയായി നടക്കുക. 13:13 പറയുന്നത്, അതിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് നിങ്ങൾ മര്യാദയായി നേരെ നടക്കുക. और रोमियो की पत्री 13वां अध्याय 13वां पद में जैसे दिन को शोभा देता है वैसा ही हम सीधी चाल चले. അപ്പോ നമ്മൾ നടക്കേണ്ടത് നേരെ നടക്കുക, മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി തീരുക. हम शोभा देते वैसे ही हम सीधी चला चले. അപ്പോ നമ്മൾ മറ്റുള്ളവർക്കൊരു വഴികാട്ടിയാകുമ്പോൾ, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്നവരായി തീരുമ്പോൾ ദൈവവചനം അതിനുവേണ്ടി നമുക്കൊരു പ്രതിഫലം വച്ചിട്ടുണ്ട്. और ऐसा सीधा चलने वाले को देखते हुए औरों ने आगे आएगा तो प्रतिफल निश्चय ही हमारा मसीह हमें दिया देता है. കാരണം ദാനിയേലിനോട് അതാ പറയുന്നത്, ആമേൻ, നിനക്ക് അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രതിഫലം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. वो यही चेतावनी दिया है, दानियेल तुम्हारे लिए एक प्रतिफल की और मुकुट है, और को तुम ना पाने आगे आया, इसी के लिए तुम्हारे लिए बहुमूल्य मुकुट रखा गया है. അപ്പോ ദൈവവചനം പറയുന്നത് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണർന്നതിന് ശേഷമാണ്. यही वचन यही दिया, और नींद से जाग उड़ के खड़ी पहुंची, इसी कारण में सीधा जाए. നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുന്നത്? नींद से जागते हैं हमको क्या प्रतिफल मिलता है? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. एफेसियों की पत्री 5वां अध्याय 14 पद में हम यही वचन दिया है. ആമേൻ. ഈ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. यहाँ पर एफेसियों की पत्री 5वां अध्याय 14 पद में ये दिया, इससे कारण वह कहता है सोने वाले जाग और मुर्दों में से जी उठा तो मसीह की ज्योति तुम पर चमकेगी. കാരണം ആമേൻ, ഉറക്കത്തിൽ നിന്നും ഉണരുവാനാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. नींद से जागने के लिए ये वचन दिया है. പക്ഷെ ഇവിടെ പറയുന്നത് ഇവിടത്തെ ഉറക്കം മരിച്ചവരുടെ ഇടയിലാണ്. यहाँ पर दिया है ये नींद है मृतकों के बीच में है. ആത്മീകത നഷ്ടപ്പെട്ട് കിടക്കുന്നവരുടെ ഇടയിൽ കിടക്കുന്ന അവസ്ഥ. आत्मा के तौर पर मुर्दा पाए हुए अनुभव. കാരണം മരിച്ചു കഴിഞ്ഞ
ആൾക്കാരുടെ ഇടയിൽ ആരും കിടന്നുറങ്ങാറില്ല. मृत्यु पाया, ये मृतकों के बीच में कोई किसी ने सो नहीं सकते हैं। അതിന്റെ അടുക്കൽ പോലും പോകുവാൻ ഭയപ്പെടുന്നവരാ മിക്കവാറും. उनका लाश देखने के लिए भी कोई किसी आगे आने के लिए अनुभव नहीं लेता है। ക്രിസ്തുവിനോട് എന്നാൽ ഇവിടെ പറയുന്നത് മരിച്ചവരുടെ ഇടയിലും കിടന്നുറങ്ങുന്ന ഒരു കൂട്ടർ. यहाँ पर कहते हैं मृतकों के बीच में सोने वाला कई लोगों के बारे में। ആത്മീയത നഷ്ടപ്പെട്ട് അവർ ഉറക്കത്തിൽ കിടക്കുക. आत्मा की जागृति त्याग की और नींद में है। ഒരു സമയത്ത് ആത്മീയത്തിൽ പ്രശോഭിച്ച് നിന്നവരാ. एक समय में आत्मा की इतनी ज्योतिर्मय होकर रहे हुए लोग, ആ നല്ല തീപ്പന്തങ്ങൾ പോലെ ജ്വലിച്ച് പ്രകാശിച്ചവരാ. और अच्छे मसाले की नाई और ज्योति दिखाए हुए लोग, ഇന്ന് എണ്ണയെല്ലാം വറ്റി വരണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. मसाल जलाने के लिए तेल मराता है, इससे नाई तेल बुझकर समाप्त होकर ऐसे जाने वाले लोग ഇപ്പൊ ഉറങ്ങുന്നത് മരിച്ചു കിടക്കുന്ന അവരുടെ ഇടയിലാണ് കിടന്നുറക്കം. अभी मृतकों के बीच में नींद में है। അവരോട് ദൈവത്തിന്റെ വചനം പറയുന്നത് നീ അവരുടെ ഇടയിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്ക്. उन्हीं को प्रभु की वचन की चेतावनी है, मरे हुओं में से जागे। ഒന്നാമത് നീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരു ആത്മീക ജീവൻ പകർന്ന് ലഭിക്കുന്നത് കാണുവാൻ കഴിയും. एक वचन यही है, तुम मृतकों के बीच में से जाग उठेगा तो एक बड़ा जागृति की बेदारी मिलता है। അതെ, ആത്മീക ജീവൻ വേണമെങ്കിൽ ഈ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കണം. आत्मा की जागृति मिलना चाहता है तो मृतकों के बीच में से जागे। കാരണം അവിടെ നിന്ന് എഴുന്നേറ്റാൽ മാത്രമേ ക്രിസ്തുവിന് പ്രകാശിക്കാൻ കഴിയത്തുള്ളൂ. कारण यही है, उन्हीं का बीच में से जाग उठेगा तो मसीह की ज्योति हम पर प्रकाशित कर सकते हैं। അവിടെ തന്നെ കിടന്നുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആമേൻ പ്രകാശം പ്രാപിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. कहां पर बैठता है वहां पर बैठकर मसीह की ज्योति प्राप्त करने के लिए हम आग्रह रखेगा तो हम वो बात हो नहीं सकते हैं। അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. അപ്പന്റെ രണ്ടാമത്തെ മകൻ അവൻ ഇരുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേറ്റപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചത്. एक पिताजी की दो पुत्र थे, सुसमाचार में लिखा है 2 पुत्र थे, एक ने खो गई थी, लेकिन माँ पिता की घर की ओर से सोच समझी, तब बैठे मृतकों का बीच में से उठा है, सोचा है, पिताजी की घर की ओर कर विचार किया है। അതെ, അവൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് അപ്പന്റെ അടുക്കിലേക്ക് പോകുമെന്ന് തീരുമാനമെടുത്തപ്പോൾ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. उन्होंने एक निर्णय ली, भूखे मरते हैं, हम यहाँ से उठेंगे, जागेंगे, जाएंगे, पिता की घर की ओर जाएंगे, वहां पर मेरा पिताजी की एक बेटा होकर और एक नौकर होकर वहां पर मैं रहूंगा। അവനെ കുറിച്ച് അവന്റെ അപ്പൻ തന്നെ പറയുന്നത് അവൻ മരിച്ചവനായിരുന്നു. उनका पिताजी ने एक गवाही देता है, मेरा पुत्र मृतकों के बीच में थे। അതെ, അവൻ മരിച്ച അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുക. मृतकों के बीच में से उन्होंने जाग उठा है, मेरे ओर आया है। അവന്റെ അപ്പൻ കൊടുത്ത പേരെന്ന് പറഞ്ഞാൽ ഇവൻ മരിച്ചവനാ. उनका पिताजी ने उनको दिया हुआ वचन मरे हुए लाज की नाई है। എന്നാൽ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ ഇതാ പഴയതിലും അധികം ശക്തിയുള്ളവനായി ബലവാനായി മാറാനിടയായി. यहाँ पर देखते हैं पहले पिताजी के साथ कितने मेल मिलाप, प्यार, मेहनत मेरेगा, इससे भी अधिक जोरदारी से काम करने के लिए उन्होंने तैयारी की है। അവൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ അവന് നഷ്ടപ്പെട്ടതായ എല്ലാ അധികാരവും അവന് തിരിച്ചു ലഭിച്ചു. उन्होंने मृतकों के बीच में से उन्होंने उठा और पिताजी की ओर आया। जितने उसी में अधिकार खो गई, अनुग्रह खो गई, पिताजी ने सब कुछ वापस कर दिया है। ഇന്ന് പകൽക്കാലം നാമും എഴുന്നേൽക്കുമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. आज सुबह के वक्त चेतावनी देता हूं, वहां से जाग उठो, खड़ा हो जाओ, मसीह की ओर देखो,
मन बुरावट की फलिलाओ पगले कितने थे, इससे भी अधिक प्राप्त करने के लिए हो सकता है। ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുക. सुबह ही वक्त मेरा शब्द यहाँ पर आज का समाप्त करना मैं चाहता हूँ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. आइए एक क्षण भर समय हमारा आंख बंद करे, प्रार्थना में लवलित है. അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിന്റെ മേൽ ക്രിസ്തു പ്രകാശിക്കുമെന്നുള്ള ദൈവത്തിന്റെ ആഹ്വാനം ഇന്ന് പകൽക്കാലം നമ്മോട് ദൈവം പറയുക. मृतकों के बीच में वास करता है, रहता है, वहां से जागे उठे और मसीह तुम्हारे में ज्योति दिया जाएगा. അതെ, നമുക്ക് ആത്മീക ജീവൻ നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. हमारे आत्मिक जीवन देने के लिए मसीह आग्रह रखता है. നമുക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കാം. कहां पर है वहां से जाग उठे. കർത്താവിന്റെ ആ പ്രകാശം നമ്മുടെ മേൽ പ്രകാശിക്കട്ടെ. मसीह की ज्योति हमारे में ज्योतिर्मय बनाए. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ആമേ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. प्रभु की वचन की चेतावनी यही है, यीशु मसीह तुम्हारे में ज्योति दिया जाएगा. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കുമ്പോൾ मसीह हमारे में ज्योति रहता है. ദൈവവചനം പറയുന്നു യഹോവയുടെ തേജസ് നിന്റെ മേൽ ഇതാ ഉദിക്കുക. महिमा की और यहोवा की महिमा हमारे में और उज्ज्वलित करते हैं. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ अंधकार भूमि में फैलते हैं और शैतान के काम भूमि में ढांप देते हैं. നിന്റെ മേലോ യഹോവ ഉദിക്കും. मसीह पर जितने लोग आते हैं उन्हें में ये ज्योति प्रकाशित हो जाता है. അതെ, ദൈവത്തിന്റെ ആമേ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. परमेश्वर की महिमा तुम्हारे में प्रकाशित हो जाता है. അത് കണ്ട് അനേകർ ഈ പ്രകാശത്തിലേക്ക് കടന്നു വരും. वो ज्योति देखते हुए अंधकार में रहने वाले बहुत सारे लोग मसीह की ओर अपना कर आगे आएंगे. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? आइए एक क्षण समय हमारा मसीह के हाथों में अपना आपको समर्पण करें. മോശ ദൈവത്തിൽ നിന്നും ആ പ്രകാശം പ്രാപിച്ച് ജനത്തിന് പകർന്നു കൊടുത്തതുപോലെ मूसा ने यहोवा की ओर से महिमा प्राप्त कर कर लोगों को बांट दिया. കർത്താവ് ഇന്ന് പകൽക്കാലം എന്നെയും ഇതാ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. हे यहोवा, अपने आप को तेरी हाथों में हम समर्पण कर दिया देता है. ആ പ്രകാശം ഞാനും മറ്റുള്ളവരിലേക്ക് പകരുവാൻ, वो ज्योति औरों को दिखाने के लिए ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിപ്പാൻ अभी मैं खड़ा होता है, अभी मेरा अनुभव अवस्था क्या होता है, इसमें भेर भर मिलने के लिए ഇന്ന് പകൽക്കാലം എന്നെ ഇതാ സമർപ്പിക്കുന്നു. मेरे जिंदगी को तेरी हाथों में अर्पण कर देता है. എത്ര പേര് പ്രാർത്ഥിക്കും? जितने लोग प्रार्थना करेंगे നമുക്ക് സമർപ്പിക്കാം. अपने आप को अर्पण कर रहे. സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हे स्वर्गीय परमपिता, हे मसीह, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ये अच्छा समय के लिए प्रार्थना करता है, धन्य करते हैं. ക്രിസ്തുവിന്റെ ജ്യോതി ഞങ്ങളിൽ പ്രകാശിക്കുവാൻ തക്കവണ്ണം मसीह की ज्योति हमारे में ज्योतिर्मय होने के लिए ഇന്ന് പകൽക്കാലം എന്നെ ഇതാ സമർപ്പിക്കുന്നു. मेरा जिंदगी आपके हाथों में अपने आप को समर्पण कर देता है. ഇന്ന് പകൽക്കാലം ഓരോരുത്തരെയും തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. प्रत्येकों को तेरी हाथों में समर्पण कर देते हैं. എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചാട്ടെ. सारे सबों को आशीष दिया दे. ക്രിസ്തുവിന്റെ ജ്യോതിഷികളായി വെളിപ്പെടുവാൻ സഹായിക്കുമാറാകും. मसीह के लिए ज्योतिर्मय बनाने के लिए मैं उपयोग करे. ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. आज सुबह की वक्त मसीह के नाम में अनुग्रह करते हुए हम प्रार्थना करते हैं. ഞങ്ങളെ ഈ കർത്താവ് ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. हमें भी तेरी वरदान दी, इसलिए धन्यवाद. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना, धन्यवाद. यीशु मसीह के नाम में आमीन.